ഇപ്പോഴെങ്ങനെയുണ്ട്? നോർമലാ. വേണമെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ പോവാം. ലൈറ്റായിട്ടാണെങ്കിലും പോയ്സൺ ഗ്യാസ് എഫക്ട് ചെയ്തിരിക്കുന്നത്. മറിയക്കുട്ടി, ഞാൻ വീട്ടിൽ പോകുന്നു. അത്യാവശ്യം വല്ലതുണ്ടെങ്കിൽ വിളിച്ചോളൂ. താൻ വരുന്നു? ഇല്ല, എനിക്ക് ഇവരെയൊക്കെ അയക്കണം. ഇപ്പൊ പലവട്ടമായി ബോധം കെടലും ശ്വാസം മുട്ടലും. അവസാനം എല്ലാം കൂടി ഞങ്ങളെ കൊല്ലും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ. നിങ്ങൾക്ക് ഇവിടെ കുന്നുമേ സുഖമായിട്ട് ജീവിക്കാം. ഞങ്ങളുടെ കാര്യമാണ് കഷ്ടം. നാട്ടുകാരുടെ കഷ്ടപ്പെടുന്ന നിങ്ങൾ മനസ്സിലാക്കാത്തത്. ഇവരോട് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ ഉത്തരവാദപ്പെട്ടവരോട് പോയി പറയണം. നിങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി വന്ന് പരാതിപ്പെട്ട പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം അല്ലിത്. ഇതുപോലെ ഫാക്ടറി പ്രവർത്തിക്കുന്ന എല്ലായിടത്തും പൊല്യൂഷൻ ഉണ്ടാവും. ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും. അത് നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ സാർ. ഇവിടെ തന്നെ ഫാക്ടറി പുറത്തേക്ക് വിടുന്ന വേസ്റ്റിലെ വിഷാംശങ്ങൾ കുറയ്ക്കാൻ ട്രീറ്റ്മെന്റ് പ്ലാന്റില്ലേ, അത് പ്രവർത്തിപ്പിക്കാൻ ലക്ഷക്കണക്കിന് രൂപയുടെ യൂറിയ വേണ്ടിവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ നിങ്ങൾ അത് വേണ്ട വിധത്തിൽ നടത്താതിരിക്കുന്നത്? ദേവൻ കാര്യം അറിയാതെ സംസാരിക്കരുത്. അറിയാം സാർ. എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ ആക്ടും എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടും ഞങ്ങളും വായിച്ചിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ കൂടെ കേൾക്കാനാണ് ഞാനീ പറയുന്നത്. ഫാക്ടറി നിയമപ്രകാരം പെട്ടെന്നൊരു അത്യാഹിതം സംഭവിച്ചാൽ ചികിത്സിക്കാനാണ് ഒരു ആശുപത്രി. ഇവിടെ അതിനുള്ള സൗകര്യമുണ്ടോ? ആവശ്യത്തിനുള്ള മരുന്നുകളുണ്ടോ? ക്വാളിഫൈഡ് സ്റ്റാഫ് ഉണ്ടോ? ഒരു രാത്രിയിലെ അനുഭവം വെച്ച് അവിടെ നടക്കുന്ന ക്രമക്കേടുകൾ കുറെയൊക്കെ എനിക്കും അറിയാം. ഞാനത് പറയുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ യൂണിയൻ ഇടപെടേണ്ടി വരും. ശക്തിയായി എതിർക്കേണ്ടി വരും. വന്ന് അവനിപ്പോ നിങ്ങളോടും കൽപ്പിക്കാൻ തുടങ്ങിയോ? ആ, യൂണിയൻ ലീഡർ അല്ലേ? ദേവന്റെ യൂണിയനിൽ അംഗസംഖ്യ കുറവാണെങ്കിലും വർക്കേഴ്സിന്റെ ഇടയിൽ നല്ല ഇൻഫ്ലുവൻസാ. മഹേഷ്, ആ ദേവൻ കുഴപ്പമുണ്ടാക്കുന്ന തോന്നുന്നു. എന്താ? പൊല്യൂഷനെതിരെ സമരം ചെയ്യുമെന്ന് അവൻ എന്നെ താക്കീത് ചെയ്തിരിക്കുക. പണം തട്ടാനുള്ള ഒരു ഭീഷണിയായി ഞാനിത് കാണുന്നില്ല. ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഉപയോഗിക്കുന്ന യൂറിയയുടെ കണക്കൂരവൻ ചോദിച്ചത്രേ. സാബുമായി നേരിട്ടിടപെട്ടാൽ പല കാര്യങ്ങളും നമ്മൾ വഴിയും. അവനെ കൊണ്ടുവന്ന് ആളാക്കിയത് ഇദ്ദേഹമല്ലേ? പരിഹാരം ഇയാൾ തന്നെ കാണട്ടെ. ഞാൻ പറഞ്ഞ ദേവൻ അനുസരിക്കില്ല. ദേ ആർ ഗൈഡഡ് ബൈ സം പ്രിൻസിപ്പിൾ. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നിങ്ങൾ തർക്കിക്കണ്ട. ഏതെങ്കിലും നിലയിൽ അവനെ കയ്യിലെടുക്കണം. മഹേഷിന് ഞാൻ പറയുന്നത് മനസ്സിലായോ? പണ്ടത്തെ സ്വഭാവമല്ല ഇപ്പോഴെന്റെ അമ്മയ്ക്ക്. പെട്ടെന്ന് ദേഷ്യം വരും, ആവശ്യമില്ലാതെ വഴക്കിടും. അടുത്ത കാലത്ത് അമ്മയൊന്നും ചിരിച്ചുപോലും ഞാൻ കണ്ടിട്ടില്ല. അന്ന് അവിടെ വന്നപ്പോ ഞാനും ശ്രദ്ധിച്ചു ഈ മാറ്റം. ഒരു കുടുംബം പോലെ ഒന്നിച്ചു കഴിഞ്ഞവരല്ലേ നമ്മൾ. വെക്കേഷൻ ടൂറും പാർട്ടിയും. അന്ന് കുട്ടിയായിരുന്നെങ്കിലും കുറെയൊക്കെ നിനക്കും ഓർമ്മയുണ്ടാവില്ലേ? ഉവ്. അമ്മയുടെ ഈ പ്രകൃതം വേണ്ടാതെ പിലിച്ചും മരുന്നും കഴിച്ചുണ്ടായ ഒരുതരം രോഗമാണ്. ദേവമ്മയ്ക്കൊന്നും തോന്നരുത്. എന്ത് തോന്നാൻ? സുഖവും ദുഃഖവും ഒക്കെ ഒരുപാട് അനുഭവിച്ചോളാം മോളെ ഞാൻ. പക്ഷേ എന്റെ മക്കൾക്ക് അങ്ങനെ ആവില്ല. ദേവനെ തിരിച്ചറിഞ്ഞിട്ടും നീ പെരുമാറിയ രീതിയിൽ അവന് ദുഃഖം തോന്നിയെന്ന് എനിക്ക് എഴുതിയിരുന്നു. ദൈവമേ, ഞാനത് തെറ്റില്ല കുട്ടി. ചീഫ് എഞ്ചിനീയറുടെ മകൾ, ഡോക്ടർ, ഫാക്ടറിയിൽ ഒരു സാധാരണ ജോലിക്കാരനെ മറ്റേതു വിധത്തിൽ കാണും? അത്രയ്ക്ക് ആലോചിക്കാൻ മാത്രം എന്റെ മകന് ബുദ്ധി ഉണ്ടായില്ല. ദൈവമേ, അന്ന് ഞാൻ ക്ഷമിക്കണം. എന്നോട് വിരോധം തോന്നരുത്.